ഞാൻ വൂളൻ ത്രെഡിനെ കൊണ്ട് ചെയ്തെടുത്തൊരു നെക്ക് ഡിസൈനാണിത്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ട്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെ തയ്ക്കുക എന്നുള്ള വിധം കാണിച്ചു തരാം. ഞാൻ ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഈ കളറുള്ള നൂലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ ഇട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പ് നെക്ക് ചെയ്യുന്നതിന് എല്ലാത്തിനും 130 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയിൻ ഇട്ടിട്ട് 130 ചെയിൻ ഇട്ട് വയ്ക്കുക, എന്നിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 130 ചെയിൻ ഇടുക ആദ്യം. 1 ചെയിൻ ഇട്ട് വയ്ക്കുക. അത്രയും ചെയിനുകൾ ഇട്ട് വെച്ചു. ഇനി ഒരു കാര്യം, ഓരോ ചെയിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. ഉണ്ടോ? അതേമാതിരി ഓരോ ചെയിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുത്തിട്ട് ഈ അറ്റം വരെ കൊണ്ടുവരണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ സിംഗിൾ ക്രോഷേ ചെയ്തെടുത്ത് കണ്ടേ. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന വിധം. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ചെയിൻ, അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ഇല്ലേ, അത് കഴിഞ്ഞ് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഉണ്ടോ? 3 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ക്രോഷേ ചെയ്യുക. അപ്പോൾ ഇവിടെ 3 ഡബിൾ ക്രോഷേ ആയി. അടുത്തതിൻ്റെ മുകളിൽ അടുത്ത ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കണം. അപ്പോഴേ ഈ നെക്കിന് റൗണ്ടിൻ്റെ ഷേപ്പ് വരുന്നത്. സ്ട്രെയിറ്റ് ആയാൽ നമുക്ക് ശരിയാവില്ല. റൗണ്ട് ഷേപ്പല്ലേ, 2 ചെയ്തെടുത്ത് പിന്നെ വീണ്ടും അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷേ സിംഗിളായിട്ട് ചെയ്തെടുക്കുക. പിന്നെ അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 2 ചെയിൻ വെച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒന്നും കൂടെ ചെയ്യണം. ചെയ്ത് 3 ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കണം. അങ്ങനെ അപ്പോൾ അതേമാതിരി വന്നു. ഇതേമാതിരി 3, 2 അങ്ങനെ വെച്ച് ഫുള്ളായിട്ട് ചെയ്തിട്ട് റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഇതേമാതിരി ഞാനിത് ചെയ്തെടുത്ത് ഡബിൾ ക്രോഷേ ചെയ്തെടുത്ത്. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ ഇത് വന്നു കണ്ടു. അടുത്ത ഒരു ബോക്സ് ഉണ്ടാക്കുന്ന വിധം ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. പിന്നെ വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇതേമാതിരി വീണ്ടും 2 ചെയിൻ ഇടുക, ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. രണ്ട് ചെയിൻ ഇടുക, ഒരു ഡബിൾ ക്രോഷേ, ഒന്ന് ഒഴിവാക്കിയിട്ട് വേണേൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യണമെങ്കിൽ. ഇതേമാതിരി ഇതേമാതിരി ചെയ്തെടുത്തു. ഇനി ഇതേ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുക്കും. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ബോക്സ് ഉണ്ടാക്കി എടുത്തു. ഇനി അടുത്ത് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ
ഇപ്പോൾ കണ്ടത് ഇതേമാതിരി ചെയ്തെടുക്കും. അടുത്ത ചെയ്യുന്ന ഇതിൻ്റെ ഈ ചെയിനിൽ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ചെയ്തെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ അതാ ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. ഇത് 4 ഡബിൾ ക്രോഷേ ഇവിടെ വന്നു കണ്ട്. പിന്നെ 2 ചെയിനിടുക. 3 ചെയിനിട്ടാലും കുഴപ്പമില്ല. 3 ചെയിനിട്ടിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. 2 ചെയിൻ മതിയിട്ട് ഇവിടെ ഇതിനിവിടെ എന്താ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അത് ചെയ്ത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇതേമാതിരി വരും. പിന്നെ വീണ്ടും 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷേ. ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷേ. ഈ 2 ചെയിനിട്ട് ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ ചെയ്തെടുത്തോളൂ. ഈ സൈഡ് ഇതേമാതിരി ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് ഇവിടെ വെച്ചെടുത്തത് ഈ 4 ചെയിനിടുക. 4 ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷേ കൊടുത്ത് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ അകത്ത് സിംഗിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ ആയിരുന്നു. ഇതിൻ്റെ 4 ചെയിനുണ്ട്. സിംഗിൾ ക്രോഷേ കൊടുത്ത് ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തു. അതുവരെ ഞാൻ ചെയിനിട്ട് കൊണ്ടുവന്നു. ഈ റൗണ്ട് ഫുള്ളായിട്ടും ചെയ്ത് കൊണ്ടുവന്നു. ഇനി അടുത്ത് ചെയ്യുന്നത് ഇവിടെ നിന്നൊരു ഡബിൾ ക്രോഷേ എടുക്കുക. 5 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇത് 5 ഡബിൾ ക്രോഷേ ഞാൻ ചെയ്തെടുത്തു. ഈ 2 ചെയിനിടുക. ഇട്ടിട്ട് വീണ്ടും ഇതേമാതിരി തന്നെ 5 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കും.
5 ഡബിൾ ക്രോഷ്യ, 5 ഡബിൾ ക്രോഷ്യ ഞാൻ ചെയ്തെടുത്തു. ഇങ്ങനെ വന്നിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഇത് ജോയിൻ്റ് ആക്കി കൊടുക്കും. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി ഉണ്ടോ, ഇങ്ങനെ വന്നു. ഞാനിത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ചെയിൻ ഇടുക. ഇത് ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇതവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കി സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി ഇവിടെ അങ്ങനെ വന്നു. പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് 5 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ അങ്ങനെ ഇതേമാതിരി വന്നുകൊണ്ട് അങ്ങനെ ഇതേമാതിരി ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ട് 5 ഡബിൾ ക്രോഷ്യ പിന്നെ ചെയിനിട്ട് ജോയിൻ്റ് ആക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇവിടെ ചെയ്ത് കാണിച്ചാൽ 5 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അഞ്ച് ഡബിൾ ക്രോഷ്യ ആയിട്ടില്ല. ചെയ്തെടുത്ത് 5 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇനി 2 ചെയിൻ ഇടണം. 2 ചെയിൻ ഇട്ടിട്ട് വീണ്ടും 5 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അഞ്ച് ഡബിൾ ക്രോഷ്യ ഞാൻ അവിടെ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ അടുത്തതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ ആക്കി കൊടുക്കുക. ഇതേമാതിരി ഇനി അടുത്ത 3 എണ്ണം 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി ഇതേമാതിരി വന്നു. ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി അങ്ങനെ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ടാണ് ഇവിടെ ഞാൻ ഇതുവരെ ചെയ്തെടുത്തുകൊണ്ട് ഇതേമാതിരി ഈ സൈഡ് ഇതേമാതിരി ചെയ്തെടുത്ത് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുത്തു. ഇനി അടുത്ത ഒരു സ്റ്റെപ്പും കൂടി ചെയ്താൽ ഈ നെക്കിൻ്റെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അതവിടെ ചേർത്തു. ഇനി അടുത്ത് ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി ഒരു ക്യാപ്പ് ഇടുന്നത്. ഇത് ഒരു ചെയിനുണ്ട്. ഇവിടെ 2 ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നാലേ ഇവിടെ ഒരു ഇത് കിട്ടുള്ളൂ. 2 ചെയിൻ ഇട്ട് ഉള്ളപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയില്ലേ. പിന്നെ 2 ചെയിൻ ഇടാം. ചെയിൻ ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് ചെയ്തു. ഒരു ഡബിൾ ക്രോഷ്യ ഒഴിവാക്കുക. അതേമാതിരി പിന്നെ 2 ചെയിൻ ഇടുക. ഒരു ഡബിൾ ക്രോഷ്യ 3 ചെയിൻ ഇടണം. ശരി,
ചെയിനിടുക. ഇത് വെളുത്തതിൻ്റെ ഒന്ന് ഒഴിവാക്കി ഡബിൾ ക്രോഷയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ ചെയ്തിടുക. ഇതേമാതിരി ഇവിടെ അതേമാതിരി വന്നു. ഇനി അടുത്ത ചെയ്യുന്നത് ഈ ചെയിൻ ഇട്ടിട്ടുണ്ട്. ഈ ചെയിനിൻ്റെ ഉള്ളിൽ 4 ഡബിൾ ക്രോഷ ചെയ്തിട്ട് ഇവിടെ ചെയിൻ ഇടുന്നത് ഞാൻ മറന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ 4 ഡബിൾ ക്രോഷകൾ ചെയ്തെടുക്കും. ചെയ്തെടുത്ത് ഇതിട്ട് ഇവിടുത്തെ ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് മാറി ക്യാപ്പ് മാറി വരും. എന്നിട്ട് വീണ്ടും ഇവിടെ 3 ഡബിൾ ക്രോഷ ചെയ്തെടുക്കുക. ചെയ്തിട്ട് 3 ചെയിൻ ഇട്ടിട്ട് ഇതിനുള്ളിൽ നിന്ന് ഇതെടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുക. ഇവിടെ ക്യാപ്പ് മാറി വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വന്നതിന് ശേഷം 2 ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ ചെയ്തെടുക്കുക. വീണ്ടും ഇതേമാതിരി 3 ചെയിൻ ഇടുക. പിന്നെ 2 ചെയിൻ ഇടുക. ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ ക്രോഷ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ചെയിൻ ഇടുക. ഇത് അറ്റത്തെ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. അതേമാതിരി വന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ കൊടുത്ത് ജോയിൻ ആക്കി കൊടുക്കും. അവിടെ ഒരു 2 ചെയിൻ ഇടണം. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ ആക്കി. അപ്പോൾ അതവിടെ ഇതേമാതിരി വന്നു. നല്ലത് പ്ലാന വന്നു. ഇതേമാതിരി ഇവിടെ എന്തപ്പോൾ 3 കള്ളികൾ വന്ന് ഇവിടെയും വന്നു 3 എണ്ണം. അതേമാതിരി ചെയ്തെടുക്കുക. അതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുത്താൽ അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇവിടെ കഴിയും. ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ അടുത്തതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. അതേമാതിരി തന്നെ ഇവിടെ ചെയ്ത മാതിരി തന്നെ ഇതിൻ്റെ ഇവിടെയും ചെയ്തെടുക്കുക. ഈ നെക്കിൻ്റെ ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് നെക്ക് കാണാൻ ഇതേമാതിരി ഉണ്ടാവും.